പോളിഹാലജൻ കോമ്പൗണ്ട്സ് ആണ് അടുത്ത ടോപ്പിക്ക്. പോളിഹാലജൻ കോമ്പൗണ്ട്സ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ. പോളിഹാലജൻ എന്താ? കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മോർ ദാൻ വൺ ഹാലജൻ ആറ്റം. ഓക്കെ, അത് ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഇങ്ങനെ കുറേ ഫീൽഡിൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈക്ലോറോമീത്തേൻ ആണ്. മെത്തിലിൻ ക്ലോറൈഡ് CH2Cl2 ഡൈക്ലോറോമീത്തേൻ. അപ്പോൾ അത് മീത്തേൻ്റെ ക്ലോറിനേഷനിൽ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. മീത്തേൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് CH3Cl ആൻഡ് HCl ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഈവൻ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച എക്സാമ്പിളാണ്. CH3Cl വിത്ത് ക്ലോറിൻ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ക്ലോറോമീത്തേനെ വീണ്ടും ക്ലോറിൻ കൊണ്ട് റിയാക്ട് ചെയ്താൽ CH2Cl2 കിട്ടും. CH2Cl2 പ്ലസ് ക്ലോറിൻ ചെയ്താൽ CHCl3 കിട്ടും. അങ്ങനെ ക്ലോറിൻ്റെ എണ്ണം കൂട്ടി വരും അല്ലേ. അതിൽ വരും. അപ്പം CH2Cl2 അതിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒരു സ്വീറ്റ് സ്മെല്ലിങ്, ഒരു വോളട്ടൈലായിട്ടൊരു ലിക്വിഡാണ്. 313 കെൽവിനാണ് ബോയിലിംഗ് പോയിൻറ്റ് വരുന്നത്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഹാം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ്. അപ്പോൾ ഹയർ ലെവലുണ്ട് എയറിലുണ്ടെങ്കിൽ ഇതുപോലെ ഡിസിനസ്, നംനെസ് ഓഫ് ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കും. ഇൻറ്റൻസ് ബേണിംഗ് ഉണ്ടാക്കും ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് സ്കിന്ന് വന്നാൽ. ഇത് പ്രൊപ്പലൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എയറോസോൾസിൽ, അതായത് എയർക്രാഫ്റ്റിലൊക്കെ പ്രൊപ്പലൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെറ്റലിൻ്റെ ഫിനിഷിങ്, ക്ലീനിങ് അങ്ങനത്തെ പ്രോസസ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോൾവെൻ്റാണ്. അപ്പോൾ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻസ് ഉള്ള സബ്സ്റ്റൻസാണ്. അപ്പം ലോ ബോയിലിംഗ് പോയിൻ്റ് ആയതുകൊണ്ട്, ലോ ഇൻഫ്ലേമബിലിറ്റി ആയതുകൊണ്ട് സോൾവെൻ്റ് എക്സ്ട്രാക്ഷനിൽ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കുറേ ഓർഗാനിക് റിയാക്ഷൻസിലൊക്കെ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക വെച്ചാൽ, ഈ യൂസസ് ഒക്കെ തന്നിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ എന്നൊക്കെ പറഞ്ഞൊരു സബ്സ്റ്റൻസിനെ തരാം. സബ്സ്റ്റൻസ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് സോൾവെൻറ്റ്, ഓർഗാനിക് റിയാക്ഷൻസ്, അതിൻ്റെ 1-2 പ്രോപ്പർട്ടീസൊക്കെ തന്നിട്ട് വിച്ച് കോസസ് വിച്ച് ക്യാൻ ഹാം സെൻട്രൽ നെർവസ് സിസ്റ്റം, അങ്ങനെയൊക്കെ തന്നിട്ട് ABCD എന്ന് പറഞ്ഞ് തരാം. അപ്പം അങ്ങനെ ചോദിച്ചെങ്കിലേ ഇതിനൊരു ഓപ്ഷൻ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോറോഫോമാണ്, CHCl3. ഇപ്പോൾ ഇതിൽ 1-2 പോയിൻറ്റ്സ് ഗീവ് റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുണ്ട്. CHCl3 അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ആ സ്റ്റെപ്സിൽ മീത്തേൻ പ്ലസ് ക്ലോറിൻ ഗീവ് CH3Cl, അടുത്ത CH3Cl പ്ലസ് ക്ലോറിൻ ഗീവ് CH2Cl2, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പം CH2Cl2 പ്ലസ് ക്ലോറിൻ ഗീവ് CHCl3 ആൻഡ് HCl എന്നൊരു സ്റ്റെപ്പ് വരും. ഓക്കെ, ആ ട്രൈക്ലോറോമീത്തേൻ CHCl3നെയാണ് നമ്മൾ എന്ത് പറയണത്, ക്ലോറോഫോം എന്ന് വിളിക്കുന്നത് അല്ലേ. ക്ലോറോഫോം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, മൂക്ക് പൊത്തി കൊണ്ടുപോകണതൊക്കെ അല്ലേ. അപ്പോൾ ക്ലോറോഫോമിന് നമ്മളിനി വേറെ ചാപ്റ്റർ വരുമ്പോൾ അവിടെ ക്ലോറോഫോം, ഐഡോഫോമിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ വേറെ സ്ഥലത്തും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്ര പ്രിപ്പറേഷൻ അല്ല ഇമ്പോർട്ടൻസ്. ഇവിടെ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു കളർലെസ് ഹെവി ലിക്വിഡാണ്. 334 കെൽവിനൊക്കെയാണ് ബോയിലിംഗ് പോയിൻ്റ് വരുന്നത്. ഇറ്റ്സ് ഹെവിയർ ദാൻ വാട്ടർ. അപ്പോൾ ക്ലോറോഫോം ഇൻഹെയിൽ ചെയ്താൽ ഇറ്റ് കോസസ് അൺകോൺഷ്യസ്നെസ്. ഇപ്പോൾ പണ്ടൊക്കെ അനസ്തെറ്റിക്കായിട്ട് സർജറിയിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ 900 പാർട്സ് ക്ലോറോഫോം പെർ മില്യൺ പാർട്സ് ഓഫ് എയർ കുറച്ച് നേരം ഇൻഹെയിൽ ചെയ്താൽ തന്നെ നമുക്ക് ഡിസിനസ്സും ഹെഡേക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഫ്രീക്വൻറ്റ് എക്സ്പോഷർ ഉണ്ടായാൽ ലിവർ, കിഡ്നി ഡാമേജൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അതതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. കമ്മിങ് ടു കെമിക്കൽ പ്രോപ്പർട്ടി, ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വയ്ക്കുക. ക്ലോറോഫോം ബോട്ടിൽസ് ദേ ആർ കെപ്റ്റ് അല്ലെങ്കിൽ ദേ ആർ സ്റ്റോർഡ് ഇൻ ഡാർക്ക് ബോട്ടിൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് ടു ബ്രിം. ബ്രിം എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നെക്കിലെ ടോപ്പ് പോർഷൻ അത്ര വരെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോറോഫോം ബോട്ടിൽ വയ്ക്കുക. അതും ദാറ്റ് ടു ഇൻ ഡാർക്ക് ബോട്ടിൽസ്. വാട്ട് ഇസ് ദ റീസൺ? ഇതാണ് എപ്പോഴും എല്ലാ കൊല്ലവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ക്ലോറോഫോം ഇസ് സ്റ്റോർഡ് ഇൻ ഡാർക്ക് ബോട്ടിൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് ടു ബ്രിം. വൈ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ബിക്കോസ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, ഓക്സിജൻ്റെ പ്രസൻസിൽ ഈ ക്ലോറോഫോം എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്കെ, എന്നിട്ട് വളരെ പോയ്സണസ് ആയിട്ടുള്ള, ഹൈലി പോയ്സണസ് ആയിട്ടുള്ള കാർബോണിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഫോസ്ജീൻ എന്ന് പറയുന്ന COCl2 എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും.
സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൺലൈറ്റിനെയും എയറായിട്ടും കോണ്ടാക്ട്. അപ്പോൾ ഇക്വേഷൻ എഴുതുക, 2CHCl3 plus O2 gives, in the presence of light, gives 2COCl2 plus 2HCl. ഈ COCl2നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫോസ്ജീൻ എന്ന് വിളിച്ചത്. നല്ലോണം മാർക്ക് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു ഫോസ്ജീൻ ഇസ് എന്നിട്ട് പറഞ്ഞിട്ട് ABCD എന്ന് ചോദിച്ചു. റിമെമ്പർ ഇറ്റ് ഇസ് COCl2. Now how it is formed? By the oxidation of chloroform. So in order to prevent that, ഇപ്പോൾ ഡാർക്ക് ബോട്ടിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ലൈറ്റ് റേഡിയേഷൻസിനെ കട്ട് ചെയ്യാം. ബ്രിമ്മ് വരെ ഫില്ല് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്, എയർ കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കാം. ക്ലോറോഫോമിൻ്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ചോദിക്കാറുള്ളൂ. ഈ പോർഷനാണ് എപ്പോഴും ചോദിക്കാറ്. നൗ അടുത്തത് അയോഡോഫോമാണ്. അയോഡോഫോം, അപ്പോൾ പ്രിപ്പറേഷനൊന്നും ഇവിടെ വരും. അയോഡോഫോം നമ്മൾ വേറെ സ്ഥലത്ത് ഇനി പ്രിപ്പറേഷൻ പഠിക്കും. അയോഡോഫോം അയഡിനും ആൽക്കലിയും കൂടി ഇത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയോഡോഫോം കിട്ടുക. അയോഡോഫോം ഒരു യെല്ലോ കളർ സോളിഡാണ്. ഈ അയോഡോഫോം ടെസ്റ്റ് ഞാൻ പറഞ്ഞു, സോഡിയം ഹൈഡ്രോക്സൈഡും അയഡിനും കൂടി ട്രീറ്റ് ചെയ്താൽ ആരായിട്ട് ട്രീറ്റ് ചെയ്യണം, CH3CH2OH ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ CH3COCH3 ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുക CHI3 ആണ്. അപ്പോൾ ഇതിന് അയോഡോഫോം ടെസ്റ്റ് എന്നാണ് പറയുക, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ടിൽ CH3CHOH ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ CH3CO ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഈ ടെസ്റ്റാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ അയോഡോഫോം ഈ പറഞ്ഞ പോലെ ആൻറ്റിസെപ്റ്റിക് ആണ്, വൂൺസ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നുണ്ട് അയോഡോഫോം. ഓക്കെ, അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡാണ്, അല്ലെങ്കിൽ CCl4 ടെട്രാക്ലോറോ മീത്തേൻ. അപ്പോൾ ഇതും CH4 തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 4 ക്ലോറിൻ കൊണ്ട് ട്രീറ്റ് ചെയ്താൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടുക CCl4ഉം HClഉമാണ്. CCl4 ഇതേപോലെ തന്നെ എന്താണ്, കളർലെസ് ആയിട്ടുള്ള ഹെവി ലിക്വിഡാണ്, വാട്ടറിനേക്കാളും ഹെവിയറാണ്, വാട്ടറിൽ ഇൻസോൾയുബിളാണ്, ഓർഗാനിക് സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുക. അപ്പം മീഡിയമായിട്ടൊക്കെ ഉപയോഗിക്കും, സോൾവെൻ്റായിട്ട് ഉപയോഗിക്കും കെമിക്കൽ റിയാക്ഷൻസിൽ. ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്, ഡ്രൈ ക്ലീനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറോഫോം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റെഫ്രിജറൻ്റായിട്ട് എയറോസോൾ പ്രൊപ്പലൻറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ CCl4ൻ്റെ ഒരു അഡ്വേഴ്സ് എന്താ പറയുക എൻവയോൺമെൻറ്റൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവർ ക്യാൻസർ, എക്സ്പോഷർ ഉണ്ടായാൽ ലിവർ ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ടോക്കിംഗ് അബൌട്ട് CCl2F2 ഫ്രിയോൺ എന്ന് നമ്മൾ പറയുന്ന ഡൈഫ്ലൂറോ മീത്തേൻ, ഫ്രിയോൺ 12 എന്നാണ് നമ്മളതിന് പറയുക, CCl2F2. ഫ്രിയോൺ ഇതേ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണ്. റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ എയർ കണ്ടീഷണേഴ്സിൽ എയറോസോൾസിൽ പ്രൊപ്പലൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂസസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇറ്റ്സ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അടുത്തത് പറഞ്ഞാൽ DDT ആണ്. DDT, ഓക്കെ, DDT ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താ, അതിൻ്റെ സ്ട്രക്ചറാണ്. ഒരു ഇൻസെക്ടിസൈഡാണ് അല്ലേ, ഇൻസെക്ടിസൈഡാണ് DDT, മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഫസ്റ്റ് ഇൻസെക്ടിസൈഡ് എന്തോ ഒരിക്കൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C111 ട്രൈക്ലോറോ 22 ബിസ് പാരാക്ലോറോഫിനൈൽ ഇഥെയിൻ ആണ്. അതായത് ഈതെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ഇരിക്കണം, ആ 2 കാർബണിലും 6 ഹൈഡ്രജൻ, ഇതാണല്ലോ ഈതെയിൻ. അതിന് പകരം എളുപ്പത്തിൽ ഓർമ്മിക്കാനാണ്, ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ്റെ പകരവും ക്ലോറിനാണ്, പിന്നെ 1 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഉള്ള സ്ട്രക്ചർ നോക്കിക്കോളൂ, ഒരു റിങ്ങും അതിൻ്റെ മേലെ ക്ലോറിനും, അതേപോലെ ഇവിടെ ഒരു റിങ് ബെൻസീൻ റിങ്, അതിൻ്റെ മേലെ ക്ലോറിൻ. ഇതിനെയാണ് നമ്മൾ DDT എന്ന് പറയാം. ഓക്കെ,
DDT ഇപ്പോൾ ഒക്കെ ബാൻഡാണ് അല്ലേ, ഇപ്പോൾ ഇതിൻ്റെ യൂസൊക്കെ ബാൻഡാണ്. പിന്നെ DDT ഹൈലി എന്താ വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഫാറ്റ് ടിഷ്യൂസിൽ വന്നിട്ട് റെസിഡ്യൂ ആയിട്ട് കിടക്കും. അപ്പം ഇറ്റ് ഈസ് ടോക്സിക് ടു ലിവിങ് ബീങ്സ്. ഓക്കെ, അതാണ് DDTനെ പറ്റി ഓർത്ത് വെക്കേണ്ട കാര്യം. ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഇൻസെക്ടിസൈഡ് എന്നുള്ള പോലെ ആ ഒരു ടേം ടെക്സ്റ്റിൽ അതേപോലെ സെൻറ്റൻസ് ഉണ്ട്, അതൊരിക്കൽ വൺ വേർഡായിട്ട് ചോദിച്ചതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് BHC, ലാസ്റ്റ് ഇയർ പറഞ്ഞതാണ്, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് അല്ലേ. ബെൻസീനിനെ ക്ലോറിൻ കൊണ്ട് ട്രീറ്റ് ചെയ്താൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടുക ഉള്ളിൽ റിങ് ഡബിൾ ബോണ്ടൊക്കെ പോയിട്ട് ആകെ വന്നിട്ട് ക്ലോറിൻ വന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, 6 ക്ലോറിൻ. ഓക്കെ, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഇതിനെ ലിൻഡെയിൻ അല്ലെങ്കിൽ ഗാമക്സീൻ, അത് ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ് ഇതേപോലെ തന്നെ ഗാമക്സീൻ എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ലിൻഡെയിൻ അല്ലെങ്കിൽ 666 എന്നുള്ള പേരിലാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. പെസ്റ്റിസൈഡാണ് അഗ്രികൾച്ചറിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഓക്കെ.